ഹലോ. ഓക്കെ, നമ്മൾ ഇന്നലെ എമ്പുരാൻ സിനിമേൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം യൂട്യൂബ് തുറന്നപ്പം മൊത്തം എമ്പുരാനും അതിലെ പൊളിറ്റിക്സും തമ്മിലുള്ള ഫുൾ ഇഷ്യൂസാണ് ഇപ്പം നടക്കുന്നത്. അപ്പം നമ്മളെ ഒരു ഒപ്പീനിയൻ അതിനെപ്പറ്റിയൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ആ എമ്പുരാൻ്റെ പൊളിറ്റിക്സിനെ പറ്റിയുള്ള ഒപ്പീനിയൻ? ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ഇപ്പോൾ അത് പിന്നെയും സെൻസറൊക്കെ ചെയ്ത് ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇറക്കാനുള്ളൊരു തീരുമാനത്തിൽ അവരെത്തിയെന്ന് തോന്നുന്നു സിനിമാക്കാർ. എന്താ എമ്പുരാൻ്റെ റീസെൻസറിങ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ കുറേ ഫിലിം വീണ്ടും സെൻസർ ചെയ്തിട്ട് പൊളിറ്റിക്സ് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് അവർ വീണ്ടും ഇറക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എമ്പുരാൻ്റെ ടീംസ്. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇവിടെ എന്തിനാണ് അത് ചെയ്യുന്നത്? കാരണം കേരള സ്റ്റോറിയും കാശ്മീരി ഫയൽസൊക്കെ ഇറങ്ങിയ ഒരു സ്ഥലത്ത് ഈ ഒരു രാഷ്ട്രീയം മാത്രം പറയുന്ന സമയത്ത് എന്തിനാണ്, ആർക്കാണ് ഇത്ര എന്താണ് കുരുകൂട്ടുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? എമ്പുരാനിലൊരു സീനുണ്ട്, ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് INA വന്നിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സീനുണ്ട്. പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ പറയുന്ന അതേ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. കാരണം കേരള സ്റ്റോറിയിൽ കാണിച്ചതുപോലെയും കാശ്മീരി ഫയൽസിൽ കാണിച്ചതുപോലെയും ഉള്ള തീവ്രവാദി ആ ഒരു ടെററിസം തന്നെയാണ് ഇതിലും കാണിക്കുന്നുള്ളത്, അല്ലെങ്കിൽ ഇതിലും ചർച്ച ചെയ്യുന്നുള്ളത്. പക്ഷെ ആ ടെററിസം നേരെ തിരിച്ചാണെന്നേ ഉള്ളൂ. അതിൽ മുസ്ലിങ്ങളെ കുരുതി കൊടുക്കുന്നതാണെങ്കിൽ അല്ല, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കില്ല് ചെയ്യുന്നതാണെങ്കിൽ ഇതിൽ നേരെ തിരിച്ച്, ഇതിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൊല്ലുന്നത്. രണ്ടും നടന്ന സംഭവം തന്നെയാണ്. അതിന് ഇത്ര ആർക്കാണ്, എന്തിനാണ് കുരുപൊട്ടേണ്ട ആവശ്യം? ഈ ബാബു ബജ്രംഗി എന്നൊക്കെ പറയുന്ന ആൾ ഓൾറെഡി ഇവിടെ ഉള്ളതും റിയൽ സ്റ്റോറിയും ഒക്കെയാണ്. പുള്ളിയും ആ ഒരു കാലത്ത് ആ ഒരു കലാപത്തിൻ്റെ ടൈമിൽ എത്രയോ ആൾക്കാരെ, എനിക്കൊന്ന് മറ്റേ 100ൻ്റെ അടുത്ത ആൾക്കാരെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ പുള്ളി കൊന്നിട്ടുണ്ട്. അതിൽ തന്നെ എന്തൊക്കെയോ സ്റ്റോറീസും ഒക്കെ ഉണ്ട്. ഗർഭിണിയായിട്ടുള്ള പെണ്ണിനെ കൊന്നതും, അതുപോലെ ഇവർ കബറടക്കം ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ കബറടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബോഡി കത്തിച്ച് കളഞ്ഞ വരെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ റൂമേഴ്സൊക്കെ എല്ലാം കേൾക്കുന്നുണ്ടായി. അപ്പോൾ അത്രയും ക്രൂരമായിട്ട് ഹിന്ദു തീവ്രവാദികൾ ചെയ്യുന്ന സമയത്ത്, അതൊരു പാർട്ടീൻ്റെ ബേസിൽ ചെയ്യുന്ന സമയത്ത്, അത് പറയുന്ന സമയത്ത് അതില്ലാണ്ടാക്കുന്നത് എന്താണ്? ഇവിടെ ഉള്ള ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീഡം, ഡെമോക്രസി, അതിനൊക്കെ എതിരായിട്ടുള്ളതാണ് ഇപ്പോൾ ഈ സെൻസർ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നത്. അപ്പോൾ നമ്മളാ ബാക്കിയുള്ള കാശ്മീരി ഫയൽസിലൊക്കെ ഉള്ളതുപോലെ അതേപോലെ തന്നെയാണ് ഇതിലുമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ലാത്തത് ആൾക്കാർ എന്തിനാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവർ പാർട്ടീൻ്റെ ആ ഒരു നയം, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്, അത് തുറന്നാട്ടുന്ന സമയത്ത് അവർക്ക് എന്തിനാണ് ഇത്ര കുരുപൊട്ടേണ്ട ആവശ്യം? ബാക്കി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഞാൻ ഒരു പൊളിറ്റിക്സ് പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, ഒരു പൊളിറ്റിക്സ് ഫിലിംസിനെ ഞാൻ അധികം ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരാളുമല്ല. പക്ഷേ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് വെച്ചാൽ, ഇവിടെ നമുക്ക് കേരള സ്റ്റോറി, കാശ്മീരി ഫയൽസ് അങ്ങനത്തെ ഫിലിംസിന് സെൻസറിങ്ങും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് എമ്പുരാന് മാത്രം അത് പറ്റുന്നില്ല? അവർക്ക് ഇറക്കാമെങ്കിൽ നമുക്കും ഇറക്കാൻ പറ്റില്ല. അത് ന്യായമല്ലല്ലോ. സോ ഒന്നുകിൽ ആർക്കും സെൻസറിങ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കുക. അങ്ങനെയല്ലേ വേണ്ടത്? നിങ്ങളെ കമന്റും കാര്യങ്ങളൊക്കെ പറയും. അവരിറക്കുന്നത് നമ്മളിറക്കുന്നതെന്ന് പറയുന്ന സമയത്ത് മതത്തിന്റെ കാര്യമല്ല പറയണത്. നമ്മൾ ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഇറക്കാൻ പറ്റുന്നില്ല? അതെ, ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. മതം എന്നല്ല. ഇപ്പോൾ ആ ഫയലുകൾ മീൻസ് ആ ഫിലിംസ് ഒക്കെ പുറത്തുള്ള ആൾക്കാർക്ക് ഇറക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കേരളത്തിൽ എന്തുകൊണ്ട് നമുക്കൊരു എമ്പുരാൻ ഇറക്കാൻ പറ്റില്ല? അല്ല, BJP അന്നും ഇന്നും എപ്പോഴും മതവും രാജ്യസ്നേഹവും ഇത് രണ്ടും വെച്ചിട്ടാണ് ഇവർ വോട്ട് തരുന്നത്. നിങ്ങൾ ഇപ്പം ഇറങ്ങുന്ന ഹിന്ദി സിനിമയൊക്കെ നോക്കിക്കോ, എല്ലാത്തിലും ഉണ്ടാവും രാജ്യസ്നേഹം, ഇന്ത്യയുടെ പതാക. ചാവ. ഈ ചാവയിലും കൂടെ ഇതൊക്കെ തന്നെയല്ലേ സംസാരിക്കുന്നത്? ചാവ മാത്രമല്ല, ഒരു ജോൺ അബ്രഹാമിന്റെ ഒരു പുതിയൊരു പടം ഇറക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിലും ഭയങ്കര എല്ലാം നല്ല തന്നെ, രാജ്യസ്നേഹം ഒക്കെ നല്ല തന്നെയാണ്. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, തീവ്രമായിട്ട് അങ്ങോട്ടേക്ക് പോവും, അല്ലെങ്കിൽ അത് വെച്ചിട്ട് വോട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ട് എടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. രാജ്യസ്നേഹം എല്ലാവരുടെ ഉള്ളിലുണ്ട്, അത് കൂട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സിനിമകളൊക്കെ ഇറക്കുന്നതൊക്കെ നല്ല തന്നെ.
പക്ഷേ അതിൻ്റെ അജണ്ട അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെയൊക്കെ അജണ്ട ഒന്നേ ഉള്ളൂ, BJP. അവർക്ക് ഇവിടെ പിന്നെയും ഇനിയും നിൽക്കണം. അപ്പോൾ അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയാണ് ഇതൊക്കെ. അല്ലാതെ രാജ്യത്തിന് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഒപ്പീനിയൻ ആയിട്ട് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പടം കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അപ്പം നിങ്ങൾക്കുള്ള ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റിൽ പറയും. നമ്മൾ പറഞ്ഞതിൽ കാര്യമുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാം. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താ പറയുക, മുകളിൽ ഇരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരനുവദിക്കുന്നത് മാത്രമല്ല അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതെ, അപ്പോൾ നമുക്കും പറയാനുള്ള അവകാശമുണ്ട്, നമുക്കും ഫിലിം എടുക്കാനുള്ള അവകാശമുണ്ട്. നമ്മളെന്ന് പറയുമ്പോൾ കേരളത്തിലുള്ളവർക്കും അതിനുള്ള അവകാശമുണ്ട്. അല്ലാണ്ട് രാജ്യസ്നേഹവും അല്ലെങ്കിൽ മതത്തിൻ്റെ ഇതും നോർത്ത് ഇന്ത്യൻസിന്റെ മാത്രം അല്ലെങ്കിൽ BJPയുടെ മാത്രം കുത്തകയല്ല. നമുക്ക് അത്രേ പറയുള്ളൂ. അവർക്ക് ഇറക്കാമെങ്കിൽ നമുക്കും കേരളത്തിലുള്ളവർക്കും ഇറക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.